നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടർച്ചയായ കടബാധ്യതകൾ അഫ്വാന്റെ ചുമലിലേക്ക് വന്നതോടെ മാനസികമായി അഫ്വാൻ തകർന്നുവെന്നും പിന്നീട് കുടുംബമടക്കം ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നുവെന്നും ഇത് നടപ്പാകാതെ വന്നപ്പോൾ ഒരു കൂട്ടക്കൊലപാതകം തന്നെ ലക്ഷ്യമിട്ട് പ്രതി അഫ്വാൻ ചെയ്ത കൃത്യത്തിന് ബാഹ്യ സമ്മർദ്ദങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ്. വിവിധ ഫോൺ വിവരങ്ങളും ചില മൊഴികളിലെ വൈരുദ്ധ്യവും കണക്കിലെടുത്താണ് കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നത്. കൂടാതെ ഇതുവരെ ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖ തയ്യാറാക്കാനും ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിന്റെ സാഹചര്യ തെളിവുകളുടെ പിൻബലത്തിനായി കൂടുതൽ സാക്ഷിമൊഴികൾ ചേർക്കേണ്ടതുണ്ട്. കൂടാതെ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ രാസപരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ ശേഖരിച്ചു കഴിഞ്ഞു. വിവിധ പരിശോധനാ ഫലങ്ങൾ കൂടി എത്തുന്നതോടെ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിക്കും. 5 കൊലപാതകങ്ങൾ ചെയ്ത പ്രതി അഫ്വാന്റേത് എലിവിഷൻ കഴിച്ചുള്ള നാടകമെന്ന് തെളിയിക്കുന്ന രാസപരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. അഫ്വാൻ വിഷം കഴിച്ചതായി ബന്ധപ്പെട്ട് നടന്ന രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിൽ മാത്രമായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. എലിവിഷ ശീതളപാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തങ്ങൾക്ക് പണം ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ഒന്നിലധികം പേർ വരികയും ചെയ്തു. കൂടാതെ അഫ്വാനെതിരെ ഷമി കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ മൊഴി അന്വേഷണത്തിന് ബലം നൽകുന്നതാണ്. സംഭവത്തിൽ പിതാവ് റഹീം ഈ സംഭവത്തെക്കുറിച്ച് ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. തന്റെ അറിവുള്ള കടബാധ്യത തീർക്കാനായി വീട് വിൽക്കാമെന്ന് കരുതിയപ്പോൾ അഫ്വാൻ തന്നെയാണ് മുന്നിട്ട് നിന്ന് പല ബ്രോക്കർമാരെയും കൊണ്ടുവന്നെന്ന് റഹീം പറയുന്നു. പക്ഷേ കച്ചവടമൊന്നും നടന്നില്ല. ഒരു കുടുംബസ്ഥനായ റഹീമിനോട് പോലും 65 ലക്ഷത്തിന്റെ കടബാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് തുറന്നു പറയാൻ അഫ്വാനോ ഷമിയോ തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിലായി ഷമി സമ്മതിച്ചത് റഹീം അറിയാതെ 35 ലക്ഷത്തിന്റെ കടം തനിക്കുണ്ട് എന്നാണ്. എന്റെ മാനസികാവസ്ഥയിലാണ് അഫ്വാൻ ഇത് ചെയ്യുന്നത് അറിയില്ലെന്ന് തന്നെയാണ് റഹീം ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്തുവെന്ന് ചോദിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനെ കാണാൻ തനിക്ക് താല്പര്യമില്ല. ഷമിക്കും എന്റെ മകന് മാത്രമറിയാം എന്റെ ഇളയ മകനെ അടക്കം എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇതാണ് റഹീം ആവർത്തിച്ച് പറയുന്നത്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് ഷമി ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. ഷമിയോട് എല്ലാ കാര്യങ്ങളും താൻ തന്നെയാണ് ധരിപ്പിച്ചതെന്ന് റഹീം പറയുന്നു. ബുദ്ധിപരമായോ മാനസികപരമായോ അഫ്വാന് ഒരു പ്രശ്നവുമില്ല. നല്ലൊരു മിടുക്കനായിരുന്നു അഫ്വാൻ. എങ്കിലും അഫ്വാന് ഗൾഫിൽ തന്നെ പോകണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അങ്ങനെ പോകാൻ കഴിയാതെ വന്നപ്പോൾ നീ മനസ്സമാധാനപ്പെടൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. ഫർസാനയുമായുള്ള ബന്ധം എന്റെ ബന്ധു പറഞ്ഞ് എനിക്ക് അറിയാമായിരുന്നു. അവനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. ഇളയ മോനോട് ചോദിച്ചപ്പോഴാണ് ഇക്ക കള്ളം പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയൊക്കെ ഉണ്ട്, താൻ അയച്ചു നൽകാമെന്ന് പറഞ്ഞു. ഒടുവിൽ അത് കാണുകയും ചെയ്തിരുന്നു. പിന്നീടായിരുന്നു അഫ്വാൻ സത്യം പറഞ്ഞത്. ഒരു 27 വയസ്സൊക്കെ ആകട്ടെ, സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് വേണം, ജോലി വേണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ നമുക്ക് അതൊക്കെ തന്നെ ചെയ്യാമെന്ന് അവനോട് ഞാൻ പറഞ്ഞിരുന്നുവെന്നും റഹീം പറയുന്നുണ്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ അഫ്വാന്റെ പേരിലും ഷമിയുടെ പേരിലും ഒക്കെയാണ് പണം അയച്ചു നൽകിയിരുന്നത്. വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വരുത്തിയിരുന്നില്ല. പക്ഷേ 2.5 മാസം പൈസ അയച്ചു നൽകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാത്രമാണ് ഒരു പ്രതിസന്ധി ഉണ്ടായത്. 1 മാസം അയച്ചില്ലെങ്കിലും പിറ്റേ മാസം അത് ഒപ്പിച്ചു നൽകാൻ ശ്രമിച്ചിരുന്നു. ഉമ്മയുമായിട്ട് വളരെ സ്നേഹമായിരുന്നു. വീട്ടിലൊക്കെ എത്തുമ്പോൾ പൈസയും മറ്റും കൊടുത്തിരുന്നു. പക്ഷേ ഉമ്മയെ എന്തുകൊണ്ട് കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ തനിക്ക് ഒന്നും അറിയില്ല. അനിയനെ പൊന്നുപോലെ അച്ഛന്റെ കുറവറിയാതെ കൊണ്ടു നടന്നവനാ. ഇത്രയൊക്കെ എല്ലാവരുമായി സ്നേഹമുണ്ടായിട്ടും എല്ലാവരെയും കൊലപ്പെടുത്തി. അവർക്കൊപ്പം അവനും ചത്തുപോയിരുന്നെങ്കിലെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നാണ് റഹീം പറയുന്നത്. എങ്കിൽ 2 മക്കളും മരിച്ചുപോയെന്ന് കണക്കാക്കിയാൽ മതിയായിരുന്നു. അവനും കൂടെ മരിച്ചുവെങ്കിൽ 2 മക്കളും നഷ്ടപ്പെട്ടെന്ന് കരുതി ആ അവസ്ഥയിലൂടെ 2 പേരും ജീവിച്ചേനെ. ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലും കയറാനാകട്ടെ റഹീം പെരുവഴിയിലായി. ഇങ്ങനെ ഒരു മകൻ കാരണം ഷമിയോടും തന്നോടും നാട്ടുകാർക്കൊക്കെ സ്വാഭാവികമായും അമർഷമുണ്ടാകും. ജന്മം നൽകിയവരോട് ആ ദേഷ്യമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. മക്കൾ വേണ്ടെന്ന് ഒരു രക്ഷകർത്താക്കളും ആഗ്രഹിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ വഴിതെറ്റിപ്പോകുമ്പോൾ വേദന ഉണ്ടാകും. അവന്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നാട്ടിൽ ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അവൻ കൊലപ്പെടുത്തിയിരിക്കാം. അവന് അപ്പോൾ എന്താണ് തോന്നിയെന്ന് എനിക്ക് അറിയില്ലല്ലോ. എന്റെ കൊച്ചുമോനെ കൊന്ന സ്ഥിതിക്ക് ആ സാഹചര്യത്തിൽ അവൻ എന്നെ കൊലപ്പെടുത്തിയേനെ. അഫ്വാൻ ബാക്കി വെച്ച 2 പേരെ കൂടി കൊലപ്പെടുത്താനുള്ള ഒരു വൈരാഗ്യം അവന് ഇപ്പോഴും ഉണ്ടാകുമായിരിക്കും. ഇനി ഗൾഫിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. വയ്യാതെ കിടക്കുന്ന ഷമിയെ ഒറ്റയ്ക്കാക്കാനും കഴിയില്ല. അഫ്വാനെ കാണണമെന്ന് ഇനിയും ഷമി പറഞ്ഞാലും ഞാൻ കാണിക്കില്ല. എനിക്ക് അത്രേ പറയാൻ പറ്റും. കാണണമെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ കാണട്ടെ. താൻ അതിന് ഒരിക്കലും ശ്രമം നടത്തില്ലെന്നാണ് റഹീം പറയുന്നത്. ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. 5 പേരുടെ മുഖം മുന്നിലേക്ക് വരും. പ്രത്യേകിച്ച് ഉമ്മയുടെയും കൊച്ചുമോന്റെയും. മനസ്സ് ധൈര്യപ്പെടുത്താൻ ശ്രമിച്ചാലും ഇടയ്ക്കൊക്കെ പതറിപ്പോകുന്നു.
ചില സമയങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കുന്നുവെന്നേ ഉള്ളൂ. ബന്ധുക്കൾക്കിടയിലൊക്കെ കുറ്റപ്പെടുത്തലുണ്ട്. പക്ഷേ ആരും ചോദിക്കാറും പറയാറുമില്ല. സഹോദരങ്ങളൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് താൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. കൂടാതെ കേരളത്തിലെ ജനസമൂഹവും തനിക്കൊപ്പമാണെന്ന് വിശ്വസിക്കുന്നതായി റഹീം പറയുന്നു. ഫർസാനയുടെ വീട്ടിലേക്ക് പോകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് എന്നെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നറിയില്ല. ഏത് തരത്തിൽ പ്രതികരിക്കണമെന്നും അറിയില്ല. 2 മക്കളും നഷ്ടപ്പെട്ട ഒരു പിതാവാണ് ഞാൻ. അഫാനെ മരിച്ചതിന് തുല്യമായാണ് കാണുന്നതെന്നാണ് റഹീം പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മൊഴിയെടുത്ത പാങ്ങോട് SHO ജെ ജിനേഷിനോട് തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മകൻ അഫാൻ തന്നെയാണെന്ന മൊഴി ആവർത്തിച്ചിട്ടുണ്ട് പ്രതിയുടെ മാതാവ് ഷെമി. കട്ടിൽ നിന്ന് വീണതാണ് പരിക്കേറ്റതെന്നും തുടക്കത്തിൽ പറഞ്ഞ ഷെമി പിന്നീടാണ് ആ മൊഴി മാറ്റി മകനെതിരെ മൊഴി നൽകാൻ ശ്രമിച്ചത്. ആ മൊഴി തന്നെ അവർ ഉറച്ചു നിൽക്കുന്നത് കേസിന് ബലം പകരുമെന്ന് പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വെഞ്ഞാറമൂട് കുറ്റിമൂടി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഷെമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷാളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണമെന്ന് പറഞ്ഞുവെന്ന് ഷെമി മൊഴി നൽകി. ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷോൾ മുറുക്കുന്നത് പോലെ തോന്നി. തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി. വൈദ്യപരിശോധനയ്ക്കായി ഷെമിയെ കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഉടൻ തന്നെ ആശുപത്രി വിട്ടുവെങ്കിലും അടുത്ത ദിവസങ്ങളും പരിശോധന തുടരും. കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി ഷെമി ഇളയ മകനെ കൊണ്ട് യൂട്യൂബിൽ ആത്മഹത്യ വീഡിയോകൾ കണ്ടിരുന്നു. കൂടാതെ അഫാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെമിയെ കാണിച്ചിരുന്നു. അഫാനെതിരെ ഉമ്മ ഷെമി നൽകിയ മൊഴി കോടതിയിൽ ആവർത്തിച്ചാൽ അത് അന്വേഷണത്തെ ഗുണം ചെയ്യും. എങ്കിലും കോടതിയിലെത്തിയാൽ ഷെമി മൊഴി മാറ്റുമോ എന്നതും അന്വേഷണ സംഘത്തിന് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം പ്രതിയെന്ന് പറയുന്നത് മകനാണ്. കിളിമാനൂർ പോലീസും വെഞ്ഞാറമൂട് പോലീസും പാങ്ങോട് പോലീസും 3 കേസുകളിലായാണ് അന്വേഷണം നടത്തുന്നത്. 3 പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലാണ് സംഭവങ്ങൾ. എന്തായാലും കുറ്റപത്രം തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ആദ്യം ഷെമി ഉറച്ചുവന്ന മൊഴിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. അല്ലെങ്കിൽ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതോടെ മകനെതിരെ മൊഴി നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും തലയിടിച്ചു വീണു എന്നാണ് ഷെമി മൊഴി നൽകിയത്. അതേ മൊഴി വീണ്ടും ആവർത്തിച്ചു. ഏറ്റവും ഒടുവിലാണ് ആ മൊഴി നിന്ന് മാറി തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയാണെന്ന് ഷെമി പറയുന്നത്. അഫാനെ സംബന്ധിച്ചിടത്തോളം 5 കൊലപാതകങ്ങളും കുറ്റപത്രം ഫേസ് ചെയ്യേണ്ടി വരും. ട്രയലിൽ കിടന്നുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കും. 5 കേസിനകത്ത് തന്നെ 5 ജീവപര്യന്തവും ലഭിച്ചേക്കാം. അമ്മയുടെ കേസിനകത്ത് ചിലപ്പോൾ അത് വിട്ടുപോയെന്നും വരാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 കേസുകളിലെ അന്വേഷണം ചലഞ്ചിങ് ആണ്. ഷെമി മൊഴി കോടതിയിൽ ആവർത്തിച്ചാൽ മാത്രമേ സക്സസ് ആയൊരു പ്രോസിക്യൂഷൻ നടത്തി മുന്നോട്ട് പോകാനും അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.